ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും ബോറടിച്ചിരിക്കുന്ന ദിവസമാണ്. അപ്പം ഞാൻ പതുക്കെ ഒരു പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും പോകാൻ വേണ്ടി. ലിയാമിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോകാം. ചെക്കനിത് എങ്ങനെ കണ്ട് മനസ്സിലായി ഞങ്ങൾ പുറത്തു പോണ കാര്യം. അതറിഞ്ഞപ്പോൾ തൊട്ട് അവന് ഓട്ടവും ചാട്ടവും ബഹളവും എല്ലാം തുടങ്ങി. ദുബായിൽ വൺ ഓഫ് ദ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഗ്ലോബൽ വില്ലേജ്. സോ ഗ്ലോബൽ വില്ലേജിൻ്റെ 29th സീസണാണ് ഈ കഴിഞ്ഞ October 16th സ്റ്റാർട്ട് ആക്കിയേക്കുന്നത്, വിച്ച് വിൽ ലാസ്റ്റ് ടിൽ May 2025. ഗ്ലോബൽ വില്ലേജിൽ നമുക്ക് ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ കൾച്ചർ, ആർക്കിടെക്ചർ, ഫുഡ് എല്ലാം ട്രൈ ചെയ്യാൻ പറ്റും. കൂട്ടത്തിൽ കുറേ ഫൺ എലമെൻറ്റ്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റും ഉണ്ടാകും. ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ് ഗ്ലോബൽ വില്ലേജ്. കൺട്രീസിന് ഇവിടെ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം കണ്ടേ ഇരിക്കുമ്പോൾ തന്നെ 3 to 4 hours എടുക്കും. അത്ര നേരം നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ മമ്മിക്കൊരു നൈസായിട്ടൊരു വീൽ ചെയർ അറേഞ്ച് ചെയ്തു. ഹലോ, അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇറ്റേണൽ ജേർണി ഓഫ് സൺഷൈൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞാൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഫാമിലി ഉണ്ട് കേട്ടോ. നമ്മുടെ ലൂക്കാസിനെയും കൊണ്ടുവന്നിട്ടുണ്ട്, മമ്മീനെയും കൊണ്ടുവന്നിട്ടുണ്ട്, ലിയമ്മ ഉണ്ട്. അങ്ങനെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മ നിൽക്കുന്നത് ഗ്ലോബൽ വില്ലേജിലാണ്. ഒന്നും പറയണ്ട, മൊത്തം സീനായിരുന്നു. നാട്ടിൽ നിന്ന് വന്നിട്ട് എനിക്കൊരു നമുക്ക് ഡെങ്കി അടിച്ച് അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാനൊരു 5 ദിവസം ഹോസ്പിറ്റലും, ലിയാമ ഒരു 6 ദിവസം ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പൊ എല്ലാരും ഇങ്ങനെ ബോറടിച്ചിരിക്കണായിരുന്നു. അങ്ങനെ ഇന്ന് ഗ്ലോബൽ വില്ലേജിലോട്ട് ഇറങ്ങാന്ന് വിചാരിച്ച എല്ലാരും. നടന്നു കഴിഞ്ഞപ്പോൾ ലൂക്കാച്ചൻ്റെ മുഖമൊക്കെ മാറിയിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു കരച്ചിലിൻ്റെ വക്കിൽ.
ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നൈസായിട്ട് ഒരു ബ്രേക്ക് എടുത്ത്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ തന്നെ അവൻ ചാർജായി. പിന്നെ ഞങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള വിയറ്റ്നാം ക്ലസ്റ്റർ എത്താൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണമായിരുന്നു. ബിക്കോസ് വിയറ്റ്നാം ക്ലസ്റ്ററാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡായിട്ട് ഞാൻ കൺസിഡർ ചെയ്യണത് ഗ്ലോബൽ വില്ലേജിൽ. ഇത് ലൂക്കാച്ചൻ്റെ ഫസ്റ്റ് ബീച്ച് വിസിറ്റാണ്. അവൻ ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ ഇതുവരെയായിട്ട് കണ്ടുള്ള. അത് കാരണമാണ് ഈ മൊമെൻ്റ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മെയിൻ സാധനം കാണിച്ചു കൊടുത്തില്ലേ അമ്മ? അതിങ്ങനെ ഒട്ടിപ്പിടി കൂടിയ സാധനം ഒക്ടോബസ് ഫ്രൈ. കഴിച്ചോടിയില്ലേ അമ്മ? ഇപ്പോൾ ഏകദേശം ഒരു 11 ആയിട്ടുണ്ട് നൈറ്റ്. അപ്പോൾ ഞങ്ങൾ പതിയെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞങ്ങളെല്ലാവരും ടയേർഡാണ്. ലുക്കായി ഉറങ്ങി. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ എവരി വൺ, ബൈ, ഗുഡ് നൈറ്റ്. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ തൽക്കാലത്തേക്ക് ബൈ ഫോർ നൗ. താങ്ക്സ് ഫോർ വാച്ചിങ്. ആഫ്രിക്ക കാണാൻ പോവാന്ന് പറയാൻ പറ്റും. അപ്പൊ എന്നോട് പറ ആഫ്രിക്ക കാണാൻ പോവാന്ന്.